പ്രശ്നമായി കാണും. ചില എന്നോട് പറയും, ഞാൻ ചെന്ന വീട്ടിൽ എനിക്ക് ബഹുമാനം കിട്ടിയില്ല. ഞാൻ ചെന്ന വീട്ടിൽ എനിക്ക് ഞാൻ ചോദിച്ചു, അച്ഛാ മനുഷ്യന്റെ ബഹുമാനത്തിനത് നമ്മൾ ഇറങ്ങില്ല. ആണോ? ക്രിസ്ത്യൻ ജീവിതം സക്സസ് ആകണമെങ്കിൽ ഡോണ്ട് എക്സ്പെക്ട് എനിത്തിങ് ഫ്രം എനിബഡി. സുവാർത്ത ചർച്ചിലോട് ഞാൻ വരുമ്പോൾ ഒരു പ്രതീക്ഷയുമായിട്ട് വരരുത്. നിങ്ങൾ ആരും വരുമ്പോൾ പാസ്റ്റർ എന്നെ നോക്കി ചിരിക്കും കേട്ടോ, എന്റെ വിഷയങ്ങളെല്ലാം കേൾക്കും. അങ്ങനെ ഒന്നും എന്ത് ചെയ്യരുത്. ചില ആഴ്ച ചോദിച്ചെന്ന് വരും, ചില ആഴ്ച ചോദിച്ചില്ലെന്ന് വരും, ചില ആഴ്ച തിരക്കിയെന്ന് വരും, ചില ആഴ്ച തിരക്കിയില്ലെന്ന് വരും. നമ്മള് ദൈവത്തെ കാണാനാ വന്നത്, നമ്മുടെ ദൈവ സാന്നിധ്യം അനുഭവിക്കാനാ വന്നത്. ഈ ദിവസങ്ങൾ തീർച്ചയായിട്ടും വാസമാണല്ലോ, രണ്ടാം പകലാണല്ലോ. സാന്നിധ്യം അനുഭവിക്കുന്നുണ്ടോ? ഈ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ എഴുന്നേക്കാൻ താമസിക്കും. അതുകൊണ്ട് ഞാൻ രാവിലെ എഴുന്നേക്കുമ്പോ സിറ്റ് ഔട്ടിൽ വെളിയിൽ വന്നിരുന്ന ചിലർ എന്ത് ചെയ്ത് പ്രാർത്ഥിക്കും. ചിലര് പ്രാർത്ഥനക്കാരാണ് കാണിക്കാൻ മുറിക്കകത്ത് ഉറങ്ങുന്നവരെ എത്തി ഉറങ്ങുന്നവരുടെ സൈഡിൽ നിന്ന് കൈയടിച്ചൊക്കെ എന്ത് ചെയ്യും. അങ്ങനെ ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യരുത്. ശിഷ്യന്മാർ യേശു വാങ്ങിപ്പോയി നിർജ്ജന സ്ഥലത്ത് പോയിരുന്ന് എന്ത് ചെയ്യും. അസമയങ്ങളിൽ എന്ത് ചെയ്യല്ലേ. സ്തോത്രം. ചിലപ്പോൾ നമ്മൾ അടുത്തടുത്ത വീടുകളിൽ പാർക്കുന്നവരായിരിക്കും. അസമയങ്ങളിൽ എന്ത് ചെയ്യരുത്. എന്നോട് ഒരു ദിവസം ഒരാൾ പറഞ്ഞു, പാസ്റ്ററെ ആ അമ്മച്ചോട് പറയണം പാതിരാത്രിക്കൊന്ന് തമ്പാറും കൊട്ടല്ല. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ അവിടെ ചെന്ന് ചോദിച്ചു, അപ്പൊ അമ്മച്ചിക്ക് പേടി വരുമ്പോഴല്ലേ എന്ത് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞ അമ്മച്ചി ദേശത്തുനിന്ന് ദൈവം കണ്ടത് ഇവിടുന്ന് കുറെ കുടുംബങ്ങൾ വരാൻ വേണ്ടിയാ. അമ്മച്ചിയുടെ തമ്പാറ് കൊട്ടുകൊണ്ട് ആത്മാക്കൾ എന്ത് ചെയ്യരുത്. മനസ്സിലാവുന്നു? നമ്മളൊരു ദേശത്ത് ദൈവം നമ്മളെ വേർതിരിച്ചത് ആ ദേശത്തുനിന്ന് കുറച്ചു പേര് വരാനാണ്. പിശാച് വലിയ പരിപാടി ചില ദേശത്ത് ചിലതിലേക്ക് തരും. വൻമരങ്ങളിൽ കയറുന്നതൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ചാരൊരു വൻമരമല്ലേ. ചാരെന്ന് പറഞ്ഞാൽ അറിയാം. ചാരിയാൽ എന്ത് ചെയ്യും. പിശാച് എന്ത് ചെയ്യും. ചാരിനെ തരും. പിന്നെ അത് ചോർച്ചില്ല. പിന്നെ ആ ദേശത്തൊന്നും ഒന്നും എന്ത് ചെയ്തില്ല. വന്മരം ഒന്നും വേണ്ട. ജയമെടുക്കുന്നു. ഈ ചർച്ചിന്റെ ഗ്രോത്തിൽ പിശാച് വലിയൊരു പരിപാടി ചെയ്യും. ദൈവഹിതമില്ലാത്ത ചിലതിനെ എന്ത് ചെയ്യുന്നറിയാം. ഇവൻ അതോട് അവിടുത്തെ ആ മൂവിനെ എന്ത് ചെയ്യുന്നറിയോ. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് മൂവിന്റെ കൂടെ നിൽക്കുന്ന ദൈവസഭയ്ക്ക് അനുഗ്രഹമാകുന്ന, ദൈവദാസന്മാർക്ക് അനുഗ്രഹമാകുന്ന, ദൈവസഭയുടെ വളർച്ചയ്ക്ക് അനുഗ്രഹമാകുന്ന രക്തത്താലെ ജയമെടുക്കുന്നു. രക്തത്താലെ ജയമെടുക്കുന്നു. അല്ലേ? എത്ര വർഷം മാറിയാലും ചാരിന്റെ സ്വഭാവം മാറുമോ? ഇല്ല. ഇങ്ങനെ അസ്വസ്ഥ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യും. ആരും കിട്ടുന്നില്ല. സ്തോത്രം. അങ്ങനെ അല്ല ദൈവമക്കളെ. എന്ത് ദൈവത്തിന് വേണ്ടി ചെയ്യാം. എന്റെ ദേശത്ത് ചിലര് വരാൻ വേണ്ടി എന്റെ ദൈവസഭ നിറയാൻ, എന്റെ ദൈവദാസനൊന്ന് ബലത്തോടെ നിൽക്കാൻ, എന്റെ ദൈവമക്കളൊന്ന് അനുഗ്രഹിക്കപ്പെടാൻ എനിക്ക് എന്തൊന്ന് ചെയ്യാൻ കഴിയുമോ? ഭാവിക്കട്ടെ തയ്യാറാ. മിറ്റത്തെത്താൻ തയ്യാറാ. എന്ത് ചെയ്യാനും എനിക്ക് മനസ്സിലാ. ദൈവദാസന്മാരായ ഞങ്ങളൊക്കെ വലുത് കാണുന്നവരാ. കർത്താവ് ചെറുതാ കാണുന്നത്. കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തവരെ എന്ത് പറഞ്ഞു.
അടുത്ത ആളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത എലിശ എന്ത് ചെയ്യണം? അടുത്ത അച്ഛന് കത്രിയെ പോലെ പ്രവചിക്കുന്ന പ്രവചന ഓഫീസിൽ പഠിച്ചവരുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രവചന സ്കൂള് അല്ലെ ബൈബിൾ സ്കൂള്. നമ്മുടെ ഇന്നത്തെ ബൈബിൾ സ്കൂളിൽ BTH, MDU, MTH ഒക്കെ എടുത്ത് ടിപ്പായിട്ട് കൈയൊക്കെ കെട്ടി കോട്ടൊക്കെ ഇട്ട് വിടുന്നില്ലല്ലോ. ആ വരവൊക്കെ തന്നെ എന്താ എന്ത് രസമാണ്. ഞാനിങ്ങനെ അത്ഭുതപ്പെടും. വരവിലൊന്നും ഒരു കാര്യമില്ല, അത് വിടുന്നില്ല. 850 പ്രവാചകന്മാർ രാജകൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് നിങ്ങൾ നോക്കി. ലെഫ്റ്റ് റൈറ്റ് അടിച്ച് എന്ത് ചെയ്യുക? ഒരേ നടപ്പ്, ഒരേ സ്റ്റൈല്, ഒരേ രീതി. പക്ഷേ വേറൊരുവരെ കുറിച്ച് പറയാം. തിഷ്മീനായ ആഹാരം കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? നല്ല ഉടുപ്പ് മേടിച്ചു കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? കൊട്ടാരത്തിൽ എല്ലാത്തിനും അലവൻസ് ഉണ്ട്. അവർ സെൻട്രൽ മിനിസ്ട്രിയുടെ ഭാഗമല്ലേ? ഇവർ ആരുണ്ട്? ഇവര് ദൈവമേ ഉള്ളൂ. 850 ലെഫ്റ്റ് റൈറ്റ് അടിച്ച് വരുമ്പോൾ ഒരുത്തൻ ഞാൻ ദൈവമേ എന്നെ കൊണ്ട് പോകും. 4 പേര് അഭിപ്രായം പറയുമ്പോൾ പിന്നെ ഞാൻ മുന്നിട്ടില്ല. എന്റെ സ്വഭാവം 4 പേരല്ല 5 പേര് അഭിപ്രായം പറയുമ്പോൾ പിന്നെ നമ്മളെന്ത് ചെയ്യും? നിശബ്ദമായിട്ട് അങ്ങനെ എന്തുവരുമായിട്ട് നീന്തി. പക്ഷെ 850 ഒന്നിച്ച് നിൽക്കുമ്പോഴും ഇപ്പം പറയാം, ഞാൻ സേവിച്ച് നിൽക്കുന്ന ചിലർക്ക് ഈ സേവ എന്നൊക്കെ പറയുമ്പോൾ പേടിയാണ്. നമ്മുടെ അത്ര സേവയുള്ള വേറെ ആരാ ഉണ്ട്? യേശുവിന്റെ നാമത്തില് ഇവിടെ ഒരുത്തൽ ഒരു ദേശത്തെ കിട്ടിയത്. അങ്ങനെയെങ്കിൽ നിന്റെ വീടിനെ ഒന്ന് നിലനിർത്താൻ നിന്നെ കൊണ്ട് ഒക്കുന്നില്ലെങ്കിൽ അന്യഭാഷ പറഞ്ഞ് നിർത്തണം. ഒരു രാജ്യത്തിന് വേണ്ടി ഒരു ഭക്തൻ നിന്നപ്പോ അതിന് വന്ന് വരത്തുപോക്ക് പറയുമ്പോഴും പോരാട്ടം പറയുമ്പോഴും ബന്ധനം പറയുമ്പോഴും പിന്നെ പേടിയാണ്, പിന്നെ ഭയമാണ്. പിന്നെ നമ്പർ വെച്ച് വിളിക്കുക, വീട്ടിൽ വന്നൊന്ന് അഴിച്ചു വിടണേ. ഇതിനാണോ ദൈവം നമ്മളെ അഭിഷേകം ചെയ്തത്? ദൈവദാസന്മാർ വീടുകളിൽ കാല് കുത്തുന്നത് നല്ലതാ, അനുഗ്രഹമാണ്. അത് നമ്മുടെ ഭയത്തിന് പുറത്താകരുത്. ഒരു മനുഷ്യൻ ഒരു രാജ്യത്തെ ബന്ധിച്ചത്. അപ്പൊ മല്ലപ്പള്ളിയെ നമുക്ക് കെട്ടാൻ ഒക്കത്തില്ലയോ? രാജ്യം പിടിക്കണ്ട, ഇന്ത്യ പിടിക്കണ്ട, നമുക്ക് മല്ലപ്പള്ളിയെ പിടിക്കാൻ ഒക്കത്തില്ലേ? കുഞ്ഞാടിനെ പിടിക്കാൻ ഒക്കത്തില്ലേ? അങ്ങനെ ഒരു ആത്മമണ്ഡലം വെളിപ്പെടുത്ത രാജ്യമൊക്കെ എന്റെ ദേശം എന്റെ ചിലര് പറയുന്നത് എന്റെ ദേശം ചൊവ്വില്ലാത്ത ദേശവാസം. ഇവിടെ നിന്ന് വിറ്റുപോലെ എന്ത് ചെയ്യണം? പ്രവാചകൻ വിറ്റേക്കാൻ പറ്റും. കാരണം വിറ്റ് കഴിയുമ്പോൾ ഇതിന്റെ കമ്മീഷൻ എന്ത് ചെയ്യണം? അല്ല ഇതിന്റെ ദശാംശം അടിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞല്ലോ, 20-ലധികം വർഷമായി ശുശ്രൂഷ, ഒരു ശുശ്രൂഷയിൽ നിൽക്കുന്ന ഒരാളാണ്. ഭയങ്കര ചൂഷണം നേരിടുന്ന ഒരു മേഖലയാകുമ്പോൾ ലോകം ദൈവമൊക്കെ മനസ്സിലാവും. അതുകൊണ്ടാണ് ഇങ്ങനെ പ്രസംഗിച്ചു. നമ്മൾ ഇരുത്തം വരണം. ഒരു കബളിപ്പിക്കലിൽ നമ്മൾ പെട്ടുപോകരുത്. സുവാർത്ത ചർച്ച വിശ്വാസമൊക്കെ സ്ട്രോങ് ആയിരിക്കണം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ വീണ് പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഇടയാകരുത്. വചനത്തിന് അടിസ്ഥാനപ്പെട്ട ഒരു കൂട്ടം ഇതിനകത്ത് എഴുന്നേൽക്കുന്നതിനെ കർത്താവിനെ ശ്രദ്ധിക്കുക. വഴിയില്ലെങ്കിൽ വേണമെന്ന് മാറിക്കോണം. സൗകര്യങ്ങളില്ലെങ്കിൽ എന്ത് ചെയ്യണം? പോരാട്ടം വന്നവരുടെ അടുത്തുനിന്ന് മാറല്ല. എന്റെ കുഞ്ഞ് അനുഗ്രഹിക്കപ്പെടുമ്പോ പട്ടണത്തിലോട്ട് മാറിക്കോണം. സ്വന്തം വരുന്നില്ല. നിന്റെ കുഞ്ഞ് അനുഗ്രഹിക്കപ്പെടുമ്പോ ഇവിടെ ഒരു 10-20 സെന്റ് മേടിച്ച് നല്ല വീട് വെച്ച് എന്ത് ചെയ്യാം? ഭയത്ത് മാറാൻ നല്ല ദൈവങ്ങളെ അഭിഷേകം ഈ കാല
ഒരു നിരീശ്വരവാദി പറഞ്ഞു ദൈവമില്ല. നമ്മളതിനെ തത്വവാക്യം നോക്കാൻ പോയത്, ഗൂഗിളിൽ തട്ടാൻ പോയത്. ഈ ദൈവമനുഷ്യൻ പറഞ്ഞു അതെന്തോ പറ്റി, ഇച്ചിരി മിനിറ്റ് മുമ്പ് ഞാൻ സംസാരിച്ചാണല്ലോ, ഇച്ചിരി മിനിറ്റ് മുമ്പ് ഞാൻ എന്ത് ചെയ്താ, അതിനിടെ ദൈവത്തിന് എന്തോ പറ്റി, ഇച്ചിരി മിനിറ്റ് മുമ്പ് ഞാൻ എന്ത് ചെയ്തതാ. കാരണം കർത്താവിനെ അടുത്തറിയുന്ന ഒരു ഭക്തന് ദൈവത്തെ തെളിയിക്കാൻ യുക്തിവാദം വേണ്ട, ശാസ്ത്രത്തിന്റെ ആരോപണം വേണ്ട, സഹായമൊന്നും വേണ്ട. അവൻ രുചിച്ചറിഞ്ഞവനാ, ഇന്ന് മകൻ രുചിച്ചറിഞ്ഞൊരു കൂട്ടം ഇതിനൊക്കെ തുള്ളലിനായി. അപ്പൊ ആരെങ്കിലും നിന്നെ കെട്ടിയെന്ന് വന്ന് പറഞ്ഞാൽ നീ പറയണം അതിനെക്കാട്ടി വലിയ കെട്ട് ഞാൻ കെട്ടിയിട്ടുണ്ട്. ആരെങ്കിലും ബന്ധിച്ചെന്ന് പറഞ്ഞപ്പോൾ അതിനെക്കാട്ടി വലിയ ബന്ധനം ഞാൻ ബന്ധിച്ചിട്ടുണ്ട്. ദൈവമക്കളെ നമ്മൾ അറസ്റ്റ് ചെയ്ത ഞാന് ഈ ഉദാഹരണം പറഞ്ഞതാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഇന്നത്തെ സെറ്റപ്പും ഗെറ്റപ്പും ഒന്നും ചില വർഷങ്ങൾക്ക് പുറകിലില്ലായിരുന്നു. പ്രത്യേകിച്ച് പെന്തക്കോസ്തിന്റെ പ്രാരംഭ സമയത്ത് എന്തില്ല, ഇന്നത്തെ ഒന്നുമില്ല. ഈ അടുത്ത വീട്ടിൽ നിന്നൊക്കെ കഞ്ഞിവെള്ളം തുണിയെ മുക്കാനാണെന്ന് പറഞ്ഞ് മേടിച്ചോണ്ട് വന്ന് എന്ത് ചെയ്യുമായിരുന്നു, കുടിക്കുമായിരുന്നു. പക്ഷെ ഈ പുസ്തകം നമ്മുടെ കിട്ടിയപ്പോൾ ഇതൊക്കെ നമ്മളെ മാറ്റും കേട്ടോ, എല്ലാ കുടുംബങ്ങളെ മാറ്റും. വിശ്വസ്തയോട് ഇത് ചുമന്നാൽ ഒരു കുടുംബം അനുഗ്രഹിക്കപ്പെടാറില്ല. നിന്റെ ദശാംശവും ദൈവം നിനക്ക് തരുന്ന നന്മയെ കറക്റ്റായിട്ട് നീ വേർതിരിച്ച് കൊടുക്കുന്ന ഒരു ദൈവമാണെങ്കിൽ ഒരു കുറവും വരുത്തില്ല. അപ്പൊ ഞാന് മുമ്പേ ഒരു കാര്യം പറഞ്ഞില്ല. അപ്പൊ ഈ രാവിലെ ഇങ്ങനെ സിറ്റൗട്ടിലൊക്കെ ഇരിക്കുമ്പോ ഈ ചെല്ലി ഇങ്ങനെ രാവിലെ നടക്കുന്നേ കൈയും കാലും ഒക്കെ ആട്ടി എന്ത് ചെയ്യാം ഉണ്ടെന്നില്ല. ചെല്ലു കൈ ഊരിക്കളയുന്ന പോലെ നടക്കുന്നത്. ഒന്ന് കേട്ടോ, കൈയും കാലും വേണ്ടാത്തതുപോലെ ചെയ്യുന്നത്. പക്ഷെ ചർച്ചിനകത്ത് വരുമ്പോ ചെയ്തില്ല. രാവിലെ നടക്കുമ്പോ എന്നെ കൂടെ ചേർക്കാൻ പോകുന്നു. കൈക്ക് ഊരി എന്ത് ചെയ്യാം, ഊരി കളയാനായി ചെയ്യുന്നത്. രാവിലെ അസുഖമില്ലല്ലോ, എല്ലോ എനിക്കറിയത്തില്ല, സംശയമുണ്ട്. ഇപ്പൊ രാവിലെ നമ്മൾ ഏത് പരിശോധിക്കാൻ പോയി ബോർഡായില്ല. അത് എന്നെ മാത്രം അനുഭവം അറിയുന്നില്ല. ഏത് കാര്യം നോക്കാൻ പോലും എല്ലാം ബോർഡാണ്. അപ്പൊ അങ്ങനെ കൈ ഊരി എറിയുന്ന അച്ഛനും അമ്മാമ്മയ്ക്കും ചർച്ച വന്നാൽ എന്ത് ചെയ്യാൻ വണ്ടി ഓടിച്ച് വരണമെങ്കിൽ കൈയില്ലാതെ പോകും. ഏറ്റവും ശ്രദ്ധ വേണ്ടുന്ന രണ്ട് കൈ സ്റ്റീറിംഗേ വേണം. ഇപ്പൊ പിന്നെ ഓട്ടോമാറ്റിക് അത് ഒരു കാലം മതി. എന്നാലും ഒരു കാലിച്ചിനെ ഉപയോഗിക്കും. അപ്പൊ എടുത്ത് എന്ത് ചെയ്യണം, ബുദ്ധി അത്ര ഷാർപ്പായിരിക്കണം. അങ്ങനെ വണ്ടി കുടിച്ചു വന്ന് അച്ചാലും ആലയത്തിനകത്ത് വരുമ്പോൾ പ്രതിമ പോലെ എന്ത് ചെയ്യണം. അതെന്തോ സ്വഭാവം. അമ്മയെ അട്ടങ്ങി എന്ത് ചെയ്യാം. അങ്ങനെ നല്ല ദൈവമക്കളെ രാവിലെ എക്സസൈസിന് പോയില്ലെങ്കിലും ആലയത്തിൽ വരുമ്പോൾ കൈ അടിക്കണം. എനിക്ക് നിങ്ങളുടെ കൈയൊന്നും കാണണ്ട, എനിക്ക് നിങ്ങളുടെ സ്വത്രം ഞാൻ ആരും ഒന്നും ചെയ്യുന്നില്ല. നിങ്ങളുടെ ആലയം ദൈവത്തിന്റെ ആരാധനയോട് നിറയുന്നുണ്ടല്ലോ. എക്സസൈസിന് റോഡിൽ ഇറങ്ങി നടക്കുന്നതിനെക്കാട്ടി വീടിന് ചുറ്റും കൈ അടിച്ച് അന്യഭാഷ വളർന്ന് നടക്കണം. വീടിനകത്ത് അന്യഭാഷ വളർന്ന് നടക്കണം. സങ്കടം നിനക്ക് ആരോഗ്യമാവും. നിന്റെ കുടുംബത്തെ പരിഗണിക്കുന്ന അന്ധകാരം മണ്ഡലങ്ങൾ വെളുപ്പിലെ ഇംഗ്ലീഷ് വീടിന് ചുറ്റുമൊന്ന് നടക്കുക. അന്യഭാഷ വളർന്ന് പ്രാർത്ഥിച്ചേ, അഭിഷേകം വളർന്ന് പ്രാർത്ഥിച്ചേ. അത്ത
കണ്ട മനുഷ്യരായിരുന്നു ആര്? ഗേഹസി. പക്ഷെ ഗേഹസിക്ക് എന്തോ പറ്റി? അമ്മ പറഞ്ഞു ദ്രവ്യാഗ്രഹം എന്ത് കിഴി കെട്ടി. മനസ്സിലായോ? കിഴി കെട്ടി കാൽക്കലെത്തിയ ആരും കിട്ടുന്നില്ല. കിഴി കെട്ടി കാൽക്കൽ. അത് അനുഭവിക്കേണ്ടവരല്ലേ? അത് അനുഭവിക്കേണ്ടവരല്ലേ? എവിടെ ദ്രവ്യാഗ്രഹം നോക്കിയല്ലേ? ഒന്ന് രണ്ട് ചാപ്പൂർ മടിക്കുമ്പോ നിന്നെ ആദ്യമാക്കണോ അറിയുമോ? വാഴാതിന്റെ നിർത്തത് അറിയുമോ? പക്ഷേ അരുമനാഥനെ തള്ളിപ്പറഞ്ഞ് ഇന്ന് ഭയങ്കര ഓർമ്മിപ്പിക്കരുത്. അരുമനാഥനെ വിട്ടുകളഞ്ഞുള്ള സമ്പാദ്യം വീട്ടിൽ വേണ്ട. അരുമനാഥന്റെ നന്മ വേണ്ട. കർത്താവ് പ്രൂഫ് ചെയ്യാത്ത, കർത്താവ് അറ്റസ്റ്റ് ചെയ്യാത്ത വിടുതലുകൾ അനുഗ്രഹങ്ങൾ വേണ്ട. ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് നമ്മൾ കടയിൽ ചെന്നാൽ കണ്ണു അടച്ച് വിശ്വസിക്കാം. അതിന്റെ ഒരു സീലുണ്ട്. അത് പിന്നെ പരിശോധിക്കണ്ട. ആ കമ്പനിയെ നമുക്ക് വിശ്വാസമുള്ളത് കൊണ്ട് കർത്താവിന്റെ സീലില്ലാത്തൊന്നും നമുക്ക് വേണ്ട. ദൈവം ആരും മിണ്ടുന്നില്ല. ദൈവം സീൽ ചെയ്യാത്തത് വേണ്ടെന്ന് പറ. ദൈവം സീൽ ചെയ്യാത്ത ഭൗതികാനുഗ്രഹം വേണ്ടെന്ന് പറ. ദൈവം സീൽ ചെയ്യാത്ത രാജ്യങ്ങൾ നന്മ വേണ്ടെന്ന് പറ. ദൈവം അനുവദിക്കാത്ത, ദൈവം കൽപ്പിക്കാത്ത രക്തത്താല് ജയമെടുക്കുന്നു. രക്തത്താല് ജയമെടുക്കുന്നു. രക്തത്താല് ജയമെടുക്കുന്നു. തുറക്കണേ 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 എന്നുള്ള പ്രാർത്ഥനയെക്കാട്ടിൽ ദൈവഹിതമില്ലാത്തതൊന്നും എന്റെ ജീവിതത്തിൽ തുറക്കരുതെന്നൊരു ഭക്തൻ പ്രാർത്ഥിക്കണം. ദൈവഹിതമില്ലാത്തതൊന്നും എന്റെ കൈവരുന്നതെന്ന് പ്രാർത്ഥിക്കണം. എന്റെ ശുശ്രൂഷയെ മറിച്ചു കളയുന്ന, എന്റെ അഭിഷേകത്തെ മറിച്ചു കളയുന്ന, എന്റെ മേലുള്ള ദൈവശക്തിയെ മറിച്ചു കളയുന്ന ഒന്നും എന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഗൾഫിൽ നല്ല ജോലി ചെയ്തോണ്ടിരുന്ന കുടുംബമാണ്. പെട്ടെന്ന് ഒരാൾ ഞാൻ ഒരു കൈ കൊണ്ട് തൊട്ടു പറഞ്ഞു, നിങ്ങള് ഇതിനെക്കാട്ടി വലുതായിട്ട് ദൈവം എന്ത് ചെയ്യാൻ പോവാ? എന്ത് ചെയ്യാൻ പോവാ? ഒരു ചെറിയ ദ്രവ്യമോഹം അകത്തുള്ളായിരുന്നു. ഇതിനെ ഊതി കത്തിച്ചു. ഇതിനെ എന്ത് ചെയ്തു? ഉമ്മാനും കൊടുക്കാനും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരത്തില്ല. മതിയെന്ന് ഗൾഫിൽ. അപ്പൊ ഗൾഫിലെ ശമ്പളത്തിൽ അവർക്ക് ഉണ്ടല്ലോ. പിന്നെ യുകെക്ക് പിന്നെ എന്തുവാ? പെട്ടെന്ന് പോകാനൊരു മൈൻഡ്. ഇവിടുത്തേക്കല്ല അവിടെ വാരാ. ദൈവം ഇതുകൊണ്ടേ പോയിക്കോ. ദൈവം ഇതുകൊണ്ട് ഓസ്ട്രേലിയ പോയിക്കോ. കർത്താവിന്റെ രാജ്യത്തിന് പ്രയോജനമായി പോയിക്കോ. നിന്റെ കുഞ്ഞ് എങ്ങോട്ടും ചാടി പോകാൻ നിൽക്കുമ്പോൾ ചോദിക്കണം പോലെ അതിന് പുറകെ ദൈവം വന്നോ? ലോകപ്രകാരം ആരാണ് എന്റെ കർത്താവ് എനിക്ക് നിന്റെ തന്നത്? അത് വിടുന്നില്ലല്ലോ. നീ നിൽക്കുന്നിടത്ത് ദൈവത്തിന് പ്രയോജനമുള്ളവനായി മാറണം. ദൈവരാജ്യത്തിന് പ്രയോജനമുള്ളവനായി മാറണം. ദൈവസഭയ്ക്ക് പ്രയോജനമുള്ളവനായി മാറണം. ലോകത്തെ ചെയ്തോന്നല്ലേ ചോദിക്കട്ടെ? മുളകി ലോകത്തെ കിട്ടിയോന്നല്ല ചോദിക്കട്ടെ? എത്ര സമയം പ്രാർത്ഥിച്ചെന്നാ ചോദിക്കട്ടെ? ചർച്ചയിൽ പോയതാണ് ചോദിക്കട്ടെ? സൺഡേ ജോലിക്ക് പോയതാണ് ചോദിക്കട്ടെ? സൺഡേ ദൈവദാസന്റെ കൂടെ ചേർന്ന് നിന്നോ? അങ്ങനെ ഒരു തലമുറ എഴുന്നേക്കരുത്. ഞാൻ വീട്ടില് പ്രാർത്ഥിക്കാൻ എന്നെ പെട്ടെന്ന് തോണ്ടുന്നു. ഞാനും വൈഫും കൂടെ 10 മിനിറ്റ് പോലും ഞാൻ വീട്ടിൽ നിന്നില്ല. ഭയങ്കര പറഞ്ഞാലറിയും. ഭയങ്കര ഹോട്ടലുകളുള്ള ഒരച്ഛൻ പഴുത്ത് വീടിനകത്ത് കിടക്കുക. പഴുത്ത് ഞാൻ ആദ്യമായിട്ട് ഒരു മനുഷ്യനെ കാണുന്നത് ശരീരത്തിൽ ജീവനുള്ള ഒരു കാലിലുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവല്ല കോട്ടയം മെഡിക്കൽ കോളേജിൽ പഠിക്കാനെത്തിയും ശരീരങ്ങളെത്തിയും മമ്മിഫൈ ചെയ്ത് വെക്കുമല്ലോ. അങ്ങനെ ഒരു കാര്യം ഞാൻ ഒന്നേ നോക്കിയത് കറുത്ത വല്ലാതായി. അപ്പൊ ഞാൻ പഴുപ്പുകൊണ്ട് ആ വലിയ വീട്ടിനകത്ത് നമുക്ക് കയറാൻ പറ്റത്തില്ല. ആ സ്മെല്ല് ശരീരം മുഴുവൻ എന്ത് ചെയ്തേക്കുക ഞാൻ
ചോദിച്ചു, മാമേ ഹോട്ടലിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ? പക്ഷേ അച്ഛന് വയ്യാതായപ്പോഴത്തേന് അതൊക്കെ മിടുക്കന്മാരടിച്ചു. മനസ്സിലായോ? അച്ഛൻ്റെ ഓർമ്മയൊക്കെ പോയി. അച്ഛൻ അപ്പൊ ഞാൻ ചോദിച്ച എങ്ങനെ അവരാകുന്നു? അവരന്വേഷിച്ച് വീട്ടിൽ വന്നു. അവരെ അന്വേഷിച്ച് അപ്പൊ ഞാൻ വഴിയായി പറഞ്ഞു കൊടുത്തു. അവര് ഗൂഗിള് വഴി തപ്പി വീട്ടിൽ വന്ന് വസു. മനസ്സിലായോ? സകലതും നഷ്ടപ്പെട്ടു. സകലതും. ഒരു ചെറിയ രോഗം മതി, ഒരു ചെറിയ പ്രയാസം മതി, ഒരു ചെറിയ പ്രതിസന്ധി മതി, ഒരു ജീവിതത്തെ മുഴുവൻ തകിടം മറിക്കാൻ. ആരാണെന്നൊന്നും ചിന്തിക്കണ്ട, മൊത്തം വാഹനെടുക്കാമെന്നൊന്നും ചിന്തിക്കണ്ട. കൃപയ്ക്കകത്ത് ആശ്രയിക്കാം. ദൈവം തരുന്നത് സന്തോഷത്തോടെ അനുഭവിക്കാം. ചിലരെ ഊതി പേപ്പിച്ച് നിർത്തിയിരുന്നോ? ഒന്നുമില്ല. കാൽവരി ക്രൂശിൽ നമ്മുടെ അപ്പച്ചൻ അവരെ പറയാൻ ചിലർക്ക് മടിയ അന്ധകാര മണ്ഡലങ്ങളെ, പൈശാചിക മണ്ഡലങ്ങളെ കാൽ കീഴാക്കിയിരിക്കുക. യേശുവിന്റെ രക്തം പറയുമ്പോ പിടിച്ചു നിൽക്കാൻ ഒരു ശക്തിക്ക് കഴിയുന്നില്ല. നിന്റെ കുടുംബത്തോട് ഏതെങ്കിലും ദേശവാഴ്ചകള്, നിന്റെ ശുശ്രൂഷയോട്, ജീവിതത്തോട്, ദൈവസഭയോട് പോരാടണമെങ്കിൽ ഇന്ന് യേശുവിന്റെ എനിക്ക് ധൈര്യം നൽകുന്നേ വിശ്വാസനാമം അല്ല പറയുന്നേ, യേശു അപ്പച്ചന്റെ നാമം. ദൈവദാസന്മാരെ, ഞങ്ങളുടെ ധൈര്യം എന്താണെന്നറിയാമോ? ഇന്ന കുടുംബത്തിലെ ഇന്നാളെ നാമമല്ല പറയുന്നത്, ഞങ്ങളുടെ യേശുവിന്റെ നാമം. എല്ലാ മുഴങ്ങാനും പറയുന്ന നാമം, എല്ലാ നാമം ഏറ്റു പറയുന്ന നാമം. നമ്മുടെ ജഡമോഹങ്ങളെ ഉണർത്തുന്ന ദൂതുകളല്ല നമുക്ക് വേണ്ടത്. നിനക്ക് വണ്ടി വേണോ? ദൈവം വണ്ടി തരും. വീട് ഇതൊന്നും വിഷയമല്ല. ദൈവത്തിന് എന്ത് ചെയ്യാം? ഇതല്ല നമുക്ക് വേണ്ടത്. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം ഒക്കെ എന്ത് ചെയ്യും? നിന്നെ എന്ത് ചെയ്യും? പക്ഷെ നീ കർത്താവിനെ പിന്തുടരണം. അതുകൊണ്ട് പൗലോസിനെ പ്രസംഗിച്ചിട്ട് ഞാൻ കൊള്ളരുതാത്തവനായി തീരാതിരിക്കേണ്ടവന് എന്നെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? ദണ്ഡിപ്പിച്ച് എന്റെ ഈ കണ്ണുകൊണ്ട് ഞാൻ നിങ്ങളെ നോക്കുമ്പോ അല്ലാത്തത് കാണാൻ പ്രലോഭനം വരുന്ന ഇരുണ്ട്. ഈ കൈ കൊണ്ട് ദൈവത്തെ ശുശ്രൂഷിക്കുമ്പോ ആകാത്ത മണ്ഡലങ്ങളിൽ കൈവെക്കോ എന്നെ നിർബന്ധിക്കുന്ന ഒരു ശക്തിയുണ്ട്. സഭയ്ക്കകത്ത് ആരാധിക്കുന്ന എന്റെ വാമൊക്കെ തിങ്കളാഴ്ച ചീത്ത പറയാൻ എന്നെ പ്രലോഭിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട്. അതുകൊണ്ടാ പൗലോസ് ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ശരിച്ചാലും ഈ അശരീരമായി തന്നെ അത് പറയണമെങ്കിലും അങ്ങനല്ല പൗലോസ് അർത്ഥമാക്കിയത്. ഞങ്ങളുടെ ജഡം എന്ത് ചെയ്യുക? അതാ ക്രിസ്ത്യ ജീവിതത്തിന്റെ വളർച്ച എന്ന് പറയുന്നത്. പണ്ടൊക്കെ അച്ഛൻ എന്തൊരു പറഞ്ഞാൽ മതി, തുള്ളിച്ചാടുമായിരുന്നു, ദേഷ്യപ്പെട്ടു. അച്ഛൻ അങ്ങനെ എന്തില്ല. അമ്മാവയ്ക്ക് ഇപ്പൊ ഒത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ. അതാ ജയം. കാരണം അകത്തെ മനുഷ്യൻ എന്ത് ചെയ്യുക? ഈ ദിവസങ്ങളിലെ പ്രാർത്ഥനയിൽ നടക്കേണ്ടത് എന്താണെന്നറിയാമോ? നമ്മുടെ ജഡമനുഷ്യൻ എന്ത് ചെയ്യുക? ഇതിനെ UK ഒരു ആക്കിയതിനെ പറ്റി ഒരു മാസം കാലുവേദനയാണ് പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു എത്ര വയസ്സായി? 65 വയസ്സായി. 40 വയസ്സായി എനിക്ക് കാല് തറയിൽ കുത്താൻ വയ്യ. ഒരു വിധിയെ വേണ്ടി പിള്ളേരെ കൂടെ നടപ്പിക്കുമല്ലേ കാലേ കൂടെ. അപ്പൊ 65 വയസ്സായി അമ്മാമ്മയ്ക്ക് എന്താ? 65-70 വയസ്സായി. പക്ഷെ ഭയങ്കര അസ്വസ്ഥത. പ്രായമാകല്ലേ? ഇങ്ങനൊന്നും പ്രസംഗിക്കുന്നതിനെ നിങ്ങൾ കണ്ടിട്ടില്ല. ഉൾക്കൊള്ളണം. അത് ഇന്ന് കൈവേദനയാണ്, നാളെ അതിനോട് പൊരുത്തപ്പെടണം.
ജഡത്തിന്റെ വീണ്ടെടുപ്പ് നടക്കാത്തിടത്തോളം ഇതിനകത്ത് രോഗമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ചിലപ്പോൾ എന്റെ കൊച്ചു കുഞ്ഞുങ്ങൾ പറയും ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. വിഷയമില്ലാത്ത ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഇല്ല. അസ്വസ്ഥതയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? പക്ഷെ നമുക്കറിയാം ദൈവം വെച്ച സമയമാകാതെ ഈ കാലുവേദനയ്ക്ക് എന്നെ ഇല്ലാതാക്കാൻ കഴിയാം. അങ്ങനെ പറ, ദൈവം വെച്ച സമയമാകാതെ ഈ തലവേദനയ്ക്ക് എന്നെ ഇല്ലാതാക്കാൻ ഒക്കത്തില്ല. രക്തത്താലെ ജയം നടക്കരുത്. എനിക്ക് അസ്വസ്ഥത ഉണ്ടെന്ന് പറയാൻ എനിക്കൊരു മടിയില്ല. എനിക്ക് രോഗമുണ്ടെന്ന് പറയാൻ എനിക്കൊരു മടിയില്ല. അതായത് ഞാനെല്ലാം ചില്ലുകൂടില്ലാത്തത് എല്ലാവരും നോക്കാം. ചിലരൊക്കെ കഴിക്കുന്ന ഗുളിക കൊണ്ട് നമ്മൾ ഞെട്ടിപ്പോകും. പക്ഷേ ഭയം നിങ്ങളെ വിട്ടുമാറണം. ഈ പല രോഗങ്ങളും അല്ലില്ലാതാക്കുന്നത് നമ്മുടെ ഭയമാണ്. ലോകമനുഷ്യ ഇച്ഛാശക്തിയുണ്ട്, പക്ഷെ നമുക്കില്ല. അങ്ങനെയല്ല. എന്റെ കർത്താവ് അറിയാതെ യേശുവിനെ പിടിച്ച് കെട്ടുകൊണ്ട് ഹെരോദാവ് വിളിച്ചു പറഞ്ഞപ്പോ യേശു കുറുക്കനോട് പോയി കാണാം. ഇന്ന് മാത്രമല്ല, ഞാൻ നാളെ ഇവിടെ കാണും. പിതാവ് അനുവദിക്കാതെ നീ ലോകത്തെ നോക്കുന്ന ചിരി എന്നിട്ട് പറ എന്നോടൊരു വാക്തത്വമുണ്ട്. 75-ാം വയസ്സിൽ ഞാൻ ഇന്നടത്ത് പോകുന്നു. അങ്ങനെ ഇനി 55-ാം വയസ്സിൽ എന്നെ നിനക്ക് ഒതുക്കാൻ ഒക്കത്തില്ല. ചില ഭീതികൾ യേശുവിന്റെ നാമത്തെ ഇറങ്ങിപ്പോകും. ചില വെല്ലുവിളികൾ യേശുവിന്റെ നാമത്തെ ഇറങ്ങിപ്പോകും. ദീർഘായുസ്സ് ദൈവത്തിലേക്ക് വെച്ചിട്ടുണ്ട്. ആരോഗ്യം നിനക്ക് വെച്ചിട്ടുണ്ട്. സൂക്ഷ്മത്തോട് അജ്ഞാനികളായിട്ടല്ല, വണ്ടി കുടിക്കുമ്പോൾ നശിപ്പിക്കാൻ അന്ധകാര മണ്ഡലങ്ങൾ പതിയിരിക്കുക. വീട്ടിൽ ചെന്ന് ഉറങ്ങാമെന്ന് ചിന്തിക്കല്ലേ. സത്തനാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ വെച്ചാൽ അവിടെ എന്റെ ചർച്ച എന്തോ പറ്റി. അവരുടെ ഒറ്റ വഴിയാണ്. പക്ഷെ ഞാൻ ആദ്യമായിട്ട് ആരോട് ചോദിച്ചിട്ടുണ്ട്. അച്ഛൻ ശരിക്കും ഡ്രൈവിംഗ് എന്ത് ചെയ്തില്ല. ഞാൻ പറഞ്ഞ ഡ്രൈവിംഗ് അറിയാത്ത അച്ഛൻ 2 വരി ഉള്ളത് എന്ത് ചെയ്യോ? ഒറ്റ വഴി പരിചയമില്ലാത്തടത്ത് എന്ത് ചെയ്യുക? അച്ഛൻ എന്ത് ചെയ്യുക? പോകുക. ആക്സിലേറ്ററിന് ഗിയറിനറിയോ ബ്രേക്കിന് പകരം ഇവിടെ ചവിട്ടുക. അപ്പൊ അത് ദൈവം വരുത്തിയതാണ്. അല്ല അല്ല, നമ്മളെ ചില അശ്രദ്ധകൾ ഒടുക്കിക്കളയാൻ അന്ധകാര മണ്ഡലങ്ങളിൽ നിൽപ്പുണ്ട്. പിന്നെ അനുശോചനം പറയാൻ വരുന്നവർ പറയും കർത്താവിന്റെ സമയമായപ്പോൾ എന്ത് ചെയ്തു? നോ നോ, അങ്ങനെ പ്രസംഗിക്കുന്ന ആളല്ല ഞാൻ. നോ, കർത്താവിന്റെ സമയമല്ല കേട്ടോ. ജയിച്ചാല് ജയമെടുക്കുന്നു. എവിടെ സഞ്ചരിച്ചാലും കൃപയിൽ ആശ്രയിച്ചോണം. എവിടെ പോയാലും കൃപയിൽ ആശ്രയിച്ചോണം. നിനക്കൊരു ക്ഷീണം തോന്നുന്നെങ്കിൽ ഡ്രൈവറിനെ വെച്ചോണം. 1000 രൂപ ലാഭിക്കാൻ വേണ്ടി ഡ്രൈവറെ വളർത്തിയിട്ട് നീ ഓടിക്കരുത്. രക്തം ജയമെടുക്കുന്നു. രക്തം ജയമെടുക്കുന്നു. ദൈവമക്കളെ എവിടെ കൊണ്ട് ഒതുക്കാമെന്ന് എന്ത് ചെയ്യുക? ശത്രു എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോ രോഗമില്ലാത്തൊരു ശരീരമല്ല നമ്മുടേത്. ടെൻഷൻ ഇല്ലാത്തൊരു. അതുകൊണ്ടാണ് വെള്ളത്തിൽ കൂടെ നീ എന്ത് ചെയ്യും? പോകും. തീരുടെ നീ എന്ത് ചെയ്യും? വെള്ളത്തിൽ കൂടെ നീ പോകും. പക്ഷെ വെള്ളം മുക്കത്തില്ല. തീരുടെ നീ പോകും. തീ നിന്നെ എന്ത് ചെയ്യത്തില്ല? ദഹിപ്പിക്കത്തില്ല. ചുറ്റിക്കെട്ടി ചുമന്നോണ്ട് പോയവർ കരിഞ്ഞുപോയി. പക്ഷേ മൂന്നുപേരും കരിയുന്നില്ല. കാരണം കർത്താവിന്റെ സമയമായില്ല. കർത്താവിന്റെ സമയമാകാതെ ഒരു തീക്കൂട്ടത്തിനും നിന്നെ കരിച്ചു കളയാനൊക്കത്തില്ല. ലോകം നോക്കിക്കൊണ്ടിരിക്കുക. ഇപ്പൊ കരിക്കട്ടെയാവും. രാജാവും രാജ്യവും മുഴുവൻ നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ തീക്കകത്ത് അവിടെ കത്തുന്ന കനലിനെക്കാട്ടി 4 കനൽക്കട്ടുകൾ നിന്ന് കത്തുക തേജസ്സോടെ. നിന്റെ കരിക്കട്ടയാകാൻ അജണ്ട തയ്യാറാക്കി അന്ധകാര മണ്ഡലങ്ങൾ പോരാടുമ്പോ അതിനകത്ത് നിന്നെ തേജസ്സോട്
ഒത്തിരി നമ്മൾ ബുദ്ധിമുട്ടുമ്പോഴാ നമ്മുടെ ശുശ്രൂഷ ശോഭിക്കുന്നത്. ഒത്തിരി വിഷമത്തിലൂടെ പോകുമ്പോഴാ ദൈവസഭയെ അനുഗ്രഹിക്കപ്പെടാറുള്ളത്. കരിക്കട്ടയാണെന്ന് ചിന്തിച്ചവർ നോക്കുമ്പോ 4 പേര് ലെഫ്റ്റ് അടിക്കുക. ഇതിനകത്തുള്ള ദൈവത്തിന് ഇവരെ തെളിയിക്കണമായിരുന്നു. ദൈവത്തിന് ഇവരെ തെളിയിക്കണമായിരുന്നു. ദൈവസഭയെ നോക്കി ഞാൻ പറയട്ടെ, മല്ലപ്പള്ളിയിൽ ദൈവത്തിന് നമ്മളെ തെളിയിക്കാൻ പദ്ധതിയാ. ദൈവസഭയെ തെളിയിക്കാൻ പദ്ധതിയാ. അവരെ തീ കൂട്ടട്ടെ. ഒരു കൺവെൻഷനൊക്കെ നടത്തണേ എന്തോ പാടാ. പക്ഷെ ഒരു രാജ്യം മുഴുവൻ വരുന്ന ഒരു പ്ലാറ്റ്ഫോം അവർ തന്നെ ഒരുങ്ങി. അയ്യോ അല്ലയോ, ഈ BBS ഒക്കെ നടത്തുന്നതൊക്കെ സന്തോഷമുള്ള ഇതിന്റെ പുറകിലെ അധ്വാനം ഓർക്കാൻ എന്താ ആരും പറ്റുന്നില്ല. പക്ഷെ ഒരു രാജ്യം മുഴുവൻ കർത്താവിനെ അറിയാൻ പ്ലാറ്റ്ഫോം ആരൊരുക്കി കൊടുത്തു? ശത്രു തന്നെ ഒരുങ്ങി. തീക്കകത്തൊരു പ്ലാറ്റ്ഫോം, അതിനകത്ത് 4 പേര് ശുശ്രൂഷിക്കുക. എത്ര പേർക്ക് മനസ്സിലാവുന്നു? 3 പേരെ ഇട്ടത്, പക്ഷെ 4ാമത്തെ ഒരുത്തരുടെ ഇറങ്ങിയിരിക്കുക. നീയായിട്ടത്, പക്ഷെ നീ മാത്രമല്ല, നിന്റെ കൂടെ ഒരാളും ഉണ്ട്. എത്ര പേര് തിരിച്ചറിയുന്നു? ഓ, നിന്റെ കുടുംബത്തെ വലിച്ചറിയുമെങ്കിൽ പക്ഷെ ഒരാളുടെ കൂടുണ്ട്. നമുക്ക് ക്ലൈമാക്സ് അറിയാവുന്നതുകൊണ്ട് ടെൻഷൻ ഇല്ല കേട്ടോ. പക്ഷേ ചന്ദ്രക്കും മേശക്കും അമേന്ദ്രനും ഒരു ക്ലൈമാക്സ് അറിയാമോ? ഇല്ല, അവനറിയാം ഞങ്ങളെ ഘടിപ്പിച്ചാലും. അതാ ഞാൻ പറഞ്ഞു, ഒരു പ്രതിസന്ധി വരുമ്പോ നമ്മുടെ സങ്കീർത്തനം എൻ മനമേ യഹോവേ, വേറൊരാളെന്ന് പറയണേ അല്ല, തന്റെ മനസ്സിനോട് പറയാം, നീ ഒന്ന് യഹോവയെ വാഴ്ത്തിക്കണം. നമ്മൾ നമ്മളോടൊന്ന് സംസാരിക്കണം, കിട്ടുന്നില്ല. നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് പറയണം. കൈകൾക്ക് സ്തുതിക്കാൻ പറയണം, ഒന്ന് ചിരിക്കാൻ പറയണം, ഒന്ന് നൃത്തം ചെയ്യാൻ പറയണം. ജീവിതത്തിന്റെ പരിമിത അനുഭവങ്ങളിലൂടെ പോയപ്പോ തന്റെ മനസ്സൊക്കെ ഡിപ്രസ്ഡാണ്. മിണ്ടാറൊക്കെ ദാവീദിന്. അപ്പൊ ദാവീദിനോട് പോലെ പറയാം, മനസ്സേ, എന്റെ മനസ്സേ, നീ ഒന്ന് ദൈവത്തെ സ്തുതിച്ചേ. ഇന്ന് പറയണം, നിന്റെ മനസ്സോട് പറ, ദൈവത്തെ സ്തുതിക്കാൻ പറ, ദൈവത്തെ ആരാധിക്കാൻ പറ. വലിയ പരിപാടി ഒന്നും ചെയ്യുന്നത് കേട്ടോ. നമ്മളെ ഒന്നുകൂടെ അത് പേടിപ്പിക്കാൻ പോകും, ഒന്നുകൂടെ അത് പേടിപ്പിക്കാൻ പോകും. പക്ഷെ പേടിക്കരുത്. എങ്ങനെ പേടിക്കാതിരിക്കുന്ന പ്രശ്നം നമുക്ക് പേടിക്കും. 7 മടങ്ങ് എന്ത് ചെയ്യും? 7 മടങ്ങ് തീ വർദ്ധിപ്പിക്കും. പക്ഷെ ഇവര് പറയാം, വിടുവിക്കുന്നത് ഞങ്ങളുടെ കാര്യമല്ല, വിടുവിക്കാതിരിക്കുന്നത് ഞങ്ങളുടെ കാര്യം. പക്ഷെ വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്നത് ഞങ്ങളുടെ കാര്യമാണ്. വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്നത് ഞങ്ങളുടെ കാര്യമാണ്. വീട് നമസ്കരിക്കാതിരിക്കുന്നത് ഞങ്ങളുടെ കാര്യമാണ്. ഉയർത്തുന്നത് ഉയർത്താതിരിക്കുന്ന ദൈവത്തിന്റെ കാര്യമാണ്. പ്രവർത്തിക്കുന്നത് പ്രവർത്തിക്കാതിരിക്കുന്ന ദൈവത്തിന്റെ കാര്യമാണ്. പക്ഷെ ദേശത്ത് നിവരം നിൽക്കുന്നത് ഞങ്ങളുടെ ദൈവം ഏൽപ്പിച്ച ദൗത്യമാണ്. കാലഘട്ടത്തിൽ ഒരു വല്ലാത്ത ചിന്തയുണ്ട്. ഓർഗണം കൊണ്ട് ദൈവപ്രവർത്തിയെ കൊണ്ടുവരാമെന്ന്, നല്ല വർഷം ലീഡേഴ്സിനെ കൊണ്ട് ദൈവപ്രവർത്തിയെ കൊണ്ടുവരാമെന്ന്, നല്ല പ്രീച്ചേഴ്സിനെ കൊണ്ട് ദൈവപ്രവർത്തിനോ, അങ്ങനൊന്നും ഒക്കത്തില്ല. നമ്മൾ നേരെ നിൽക്കുക, പ്രവർത്തിക്കേണ്ടത് ആരാ? ചിലപ്പോൾ നമ്മൾ അതാ പറഞ്ഞ് പ്രതീക്ഷിക്കരുത്. ഒരു കൺവെൻഷൻ നടത്തി ചിന്തിക്ക് 10 കുടുംബം വരും, ആരും വരാൻ സാധ്യതയില്ല. പക്ഷെ നമ്മൾ നിൽക്കുക, ദൈവത്തിന്റെ ശബ്ദത്തിൽ നിൽക്കുക. ചെയ്യേണ്ടത് ദൈവത്തിന്റെ കാര്യമാണ്. ഇനി ചെയ്തിട്ട് എനിക്ക് വിഷയമില്ല, ദൈവം പറഞ്ഞത് കേൾക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മ എന്താ ക്ഷീണിച്ചേ? 5 വർഷമായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ഇന്നും മറുപടിയില്ല. മറുപടി തരാതിരിക്കുക ദൈവത്തിന്റെ കാര്യം. ഞാൻ ദൈവത്തിന് വേണ്ടി നിൽക്കുക, പ്രവർത്തിക്കാതിരിക്കുക ദൈവത്തിന്റെ കാര്യം. രോഗസൗഖ്യം തരുമോ തരാതിരിക്കുക ദൈവത്തിന്റെ കാര്യം.
നീ തകർന്നു പോകാൻ ദൈവം അനുവദിക്കുന്നില്ല. ആ തക്ക സമയത്ത് നിനക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കാം. തക്ക സമയത്ത് നമുക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കാം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഈ യോഹന്നാന്റെ സുവിശേഷമാണ് നമ്മൾ വായിച്ചത്. എനിക്ക് യോഹന്നാനെ വലിയ ഇഷ്ടമാണ്, വലിയ ഇഷ്ടമാണ്. വേറെ ഒന്നുമല്ല, ശിഷ്യന്മാരിൽ ഏറ്റവും പ്രായം കുറവാണ് അല്ലേ? എനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. കൊച്ചവളായിട്ട് പോയിരിക്കുന്നു. പക്ഷെ അവർക്ക് അപ്പനോട് ഇച്ചിരി സാധനം അങ്ങനെയല്ല. ഇളയ കുഞ്ഞുങ്ങൾക്ക് വീട്ടിൽ ഒന്നുകൂടെ അവൻ ഞാൻ ചിന്തിക്കുന്നത് യേശു യോഹന്നാനെ പിടിച്ച് അടുത്ത ഗതിയായിരുന്നു. അടുത്ത ഇത് തിയോളജി ഒന്നുമല്ല, എൻ്റെ ഒരു ചിന്തയാണ്. കാരണം കൊച്ചി ഇറങ്ങുന്നില്ല, ഇടുന്നില്ലല്ലോ. കൊച്ചുമക്കളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഈ ഭയങ്കര ക്രൂരന്മാരായ അപ്പനും അമ്മയൊക്കെ കൊച്ചുമക്കൾ വരുമ്പോ എന്ത് ശാന്തന. തോളെ കയറി നിന്ന് ചെവി കളിച്ചാൽ അവർക്കൊരു വിഷയമില്ല. ഈ മക്കളൊക്കെ അത്ഭുതപ്പെടുക, ഞങ്ങളുടെ അപ്പനാവില്ലെന്ന്, ഞങ്ങളുടെ അമ്മയാവില്ലെന്ന്. ശരിയല്ലയോ? ഞങ്ങളുടെ വീട്ടിലുള്ള സംഭവം നിങ്ങളൊന്നും ഇല്ലയോ? അല്ലയോ? കൊച്ചുമക്കൾ വരുമ്പോൾ നമ്മൾ ഒത്തിരി എന്ത് ചെയ്യും? സ്വഭാവവും മാറും, എല്ലാം മാറും. ഇല്ലയോ? വീടൊക്കെ എന്തൊക്കെയാ കാണിച്ചു വെക്കുന്നത്? കണ്ടോ? കൊച്ചുകുഞ്ഞുങ്ങൾ വരുമ്പോ നമുക്ക് എന്ത് മാറ്റമാണ്, എന്ത് മാറ്റം. നീ അപ്പനോ അമ്മയോ അടിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്തില്ല, ഇഷ്ടപ്പെടത്തില്ല. കൊച്ചിനെ എന്ത് ചെയ്ത് അപ്പം ഈ യേശുവിനെ പിടിച്ച് എന്ത് ചെയ്തു? അല്ലയോ? യേശുവിന്റെ അടുത്തിരുത്തി. ഞാനാരെ പറഞ്ഞേ കണ്ടടാ, ഞാൻ എവിടെ ഇരിക്കുന്നേ? ഞാനെവിടെ അവിടെ ഇരിക്കുന്നേ? യോഹന്നാൻ അത് പറഞ്ഞില്ല. യോഹന്നാൻ നോക്കിയപ്പോ ഇച്ചൂട് അടുക്കാൻ സ്ഥലമുണ്ട്. ഇച്ചൂട് അടുക്കാൻ അവൻ ആ മാറോടാണ് ചാരി. അടുത്തിരിക്കുന്നത് കർത്താവാ, പക്ഷെ മാറോട് ഞാൻ കർത്താവ് പറഞ്ഞില്ല. അവൻ ചാരി വരും. അടുത്തിരിക്കുന്നത് കൃപയാ. ആ കൃപയിൽ നീളങ്ങിയല്ല ഇച്ചൂടൊന്ന് അടുക്കാം. നമ്മളെ അടുത്തിരുന്നത് കൃപയാ. നമ്മുടെ കുടുംബത്തിൽ യോഗ്യതകൾ ഒത്തിരി പേരുണ്ടായിരുന്നു. നമ്മുടെ കുടുംബത്തിൽ വിദ്യാഭ്യാസങ്ങൾ ഒത്തിരി പേരുണ്ടായിരുന്നു. നമ്മുടെ ദേശത്ത് മാന്യമുണ്ടായിരുന്നു. പക്ഷെ അടുത്തിരുന്നത് കൃപ. പക്ഷെ കൃപയിൽ ആഗ്രഹിക്കല്ല. എന്ത് ചെയ്തു? മാറോട് കർത്താവ് നോ പറയുന്നത് കേട്ടോ. നമ്മളൊക്കെ നോ പറയും. പക്ഷെ എന്റെ കർത്താവ് നോ പറയുന്നത് വെള്ളത്തിന് വരുന്നോ നടക്കണം. എന്റെ കർത്താവിന് എന്റെ യേശുവിന് ഇഷ്ടമല്ലാത്തൊരു കാര്യം കപട ഭക്തിയ. അത് ദൈവത്തിന് എന്തില്ല, ഇല്ലാത്തത് അഭിനയിക്കൽ. ആ പറച്ചില കേട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ഇവിടെ അങ്ങനെയില്ല. ഈ പാരമ്പര്യത്തിനകത്തോട്ട് കുറെ ചരിച്ചൊക്കെ ഒരു നടപ്പും ഒരു പ്രേക്ഷകരോടൊക്കെ തരുന്ന രീതിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു അസ്വസ്ഥത, എനിക്കൊരു അസ്വസ്ഥത തോന്നും. കർത്താവിന് നാട്യങ്ങളില്ലേ? കർത്താവിന് അഭിനയം. ഞാൻ അച്ഛൻ്റെ അടുത്ത് എന്തോ അഭിനയിക്കാനാണ്. ഈ ദൈവദാസൻ പറഞ്ഞിട്ട് ഞാൻ എന്തോ അഭിനയിക്കാനാണ്. അവന് തീക്കകത്തൂടെ ദൈവത്തെ കണ്ടവനാണ്. അവന് ദൈവത്തെ അവിടത്ത് രുചിച്ചറിയവനാണ്. വിളിക്കുന്ന ദൈവദാസന്മാരുടെ ഞാൻ എന്തോ പിടിക്കാനാകാനാണ്, ഞാൻ എന്തോ വലുതാകാനാണ്. എത്രയൊക്കെയോ ജീവിതത്തിന്റെ പരിവരുത്ത അനുഭവങ്ങളിൽ നിങ്ങൾ കർത്താവിനെ അടുത്തറിഞ്ഞവനാ. കർത്താവിന് ഇഷ്ടമല്ലാത്തൊരു കാര്യം ചാടാം. ചിലരുടെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം? ഇവര് കർത്താവ് സ്വർഗ്ഗത്തിൽ നിന്ന് നൂലെ കെട്ടി ഒന്നുമല്ല, നല്ല ഡ്രസ് പോലും ഇല്ല സ്ഥാനത്ത് കർത്താവ് പിടിച്ചിറങ്ങിയതാ. ദൈവമക്കളെ, ഞാനിവിടെ നിന്ന് ശുശ്രൂഷിക്കുമ്പോഴും എനിക്ക് കണ്ണെന്നറിയാതിരിക്കാൻ ഒക്കത്തില്ല. കാരണം എന്റെ ഇത്തലകൾ എന്റെ ഹൃദയത്തിലോട്ട് വരിക, എന്റെ ശൂന്യതകൾ എന്റെ ഹൃദയത്തിലോട്ട് വരിക. ഈ മുന്നിലിരുന്ന ഈ ഫോട്ടോ പിടിക്കുന്ന മോനെ 9 മാസം ബ്ലീഡിംഗ് ആയിരുന്നു. എന്റെ ഈ മോനെ 9 മാസവും ബ്ലീഡിംഗ് ആയിരുന്നു. ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, എല്ലായിടത്തും പോയി വിടുതൽ പറഞ്ഞിട്ട് മേടിക്കുന്ന പൈസ സ്കാനിങ്ങിന് കളയാനാണല്ലോ. ആശുപത്രിയിൽ നിന്ന് ഇറങ്ങാൻ സമയമില്ല. ആരും കിട്ടുന്നില്ല. നോർമലായി കിട്ടുമോന്ന് ചിന്തിച്ചതാ. ഇവന്റെ ബുദ്ധി കറക്റ്റ് ആകുമെന്ന് ചിന്തിച്ചതാ. പക്ഷേ 8ാം ക്ലാസ്സിൽ സെൻട്രൽ ഗവൺമെന്റ്
സ്കോളർഷിപ്പ് അവന് കിട്ടി. 7ാം ക്ലാസ് സ്റ്റേറ്റ് ഗവൺമെന്റിനെ കിട്ടി, 4ാം ക്ലാസ് സ്റ്റേറ്റ് ഗവൺമെന്റിനെ കിട്ടി. അവൻ ആരെന്നറിയാമോ? ഇന്ന് പകൽ എന്റെ ദൈവം നീതിയുള്ളവനാണെന്ന് എനിക്കൊരു നിയമയുടെ ആവശ്യമില്ല. അവൻ വിശ്വസ്തനാ. ചിലപ്പോ ദൈവം ഉണ്ടെന്നില്ല. ആശുപത്രി വരാത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചു, എന്താ ദൈവമേ എനിക്കിങ്ങനെ? എവിടെ കാലം വെച്ചാലും എവിടെ നിന്നാലും പ്രതിസന്ധിയാണല്ലോ. ഞാൻ പ്രാർത്ഥിക്കുന്നവർക്ക് വിടുതലുണ്ടാകുന്നത്, പക്ഷെ എന്റെ ജീവിതത്തിൽ വിടുതലില്ലല്ലോ. പക്ഷേ ഒരു പിന്നീട് ദൈവം ഒരുക്കിയ കാര്യം, ദൈവത്തെ ഒന്ന് രുചിച്ചറിയാം, ദൈവത്തെ ഒന്ന് അനുഭവിച്ചറിയാം. കർത്താവിന്റെ മാർഗോടെന്ന്